നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ 16ാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. ആര് ജയിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നൊരു സമയം. നമ്മളൊന്ന് പ്രവചിക്കുകയാണ് ഈ ഒരു മാച്ച് വീക്കിൽ ഏതൊക്കെ ടീമുകൾ വിജയപഥത്തിലേറും എന്നുള്ളത്. പിന്നെ മത്സരം ചെൽസിയും എവേർട്ടനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ചെൽസിയും എവേർട്ടനും തമ്മിലുള്ള പോരാട്ടം രാത്രി ഇന്ത്യൻ സമയം 8:30-നാണ്. 8:30 രണ്ട് വമ്പൻ ടീമുകളുടെ കളികളാണ്. ഒന്ന് ചെൽസി എവേർട്ടൻ, മറ്റൊന്ന് ലിവർപൂൾ ബ്രൈറ്റൺ. സോ ഇപ്പോൾ നമുക്കറിയാം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് വരുന്നില്ല. വിജയവും പരാജയവും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കളി എന്തായാലും ചെൽസി ജയിക്കും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. 2-1 എവേർട്ടനെ ചെൽസി പരാജയപ്പെടുത്തും. അതേസമയം ലിവർപൂളിൻ്റെ കളി ഇപ്പോൾ സലായൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്, സ്ക്വാഡിലുണ്ടാവും. പക്ഷേ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ബ്രൈറ്റണെതിരെ ആൻഫീൽഡിൽ അവർ ജയിക്കുമോ? മിലാനിൽ പോയിട്ട് ഇൻ്റർ മിലാനെ പരാജയപ്പെടുത്തിയൊക്കെ വന്നിട്ടുണ്ട്. ആ പെനാൽറ്റി, അതുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ഒരു പ്രഡിക്ഷൻ ലിവർപൂൾ തോൽക്കില്ല, ജയിക്കില്ല. 2-2 സമനിലയാണ് നമ്മുടെ പ്രഡിക്ഷൻ. പിന്നെ ബേൺലിയും ഫുൾഹാമും തമ്മിലുള്ള കളിയാണ് അടുത്തത്. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ആ കളി നടക്കുന്നത്. ബേൺലി വേഴ്സസ് ഫുൾഹാം പോരാട്ടം. കളി 2-1 ഫുൾഹാം വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. രാത്രി 1:30-നാണ് ആഴ്സണലും വോൾസുമായിട്ട് കളിക്കുന്നത്. ആഴ്സണലിന് എന്താ കുറവ്? കുതിച്ചു വായുകയല്ലേ, പൊളിച്ചെടുക്കുകയല്ലേ. ആ കുതിച്ചു വായലും പൊളിച്ചെടുക്കലുമൊക്കെ ഇന്നും തുടരും. 3-0 അവർ വോൾസിനെ പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. പിന്നെ ക്രിസ്റ്റൽ പാലസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. ആ കളി നാളെയാണ്. സിറ്റി അറിയാമല്ലോ, ഇപ്പോൾ ബെർണാബ്യൂവിൽ പോയിട്ട് റയലിനെ പരാജയപ്പെടുത്തിയിട്ട് വരുന്ന വരവാണ്. അപ്പോൾ പിന്നെ ക്രിസ്റ്റൽ പാലസിനെ അവരെങ്ങനെ കശക്കി എറിയും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ പക്ഷേ റാഫ് ടോക്സ് ഒരു ബോൾഡായിട്ടൊരു പ്രഡിക്ഷൻ പറയട്ടെ. ഇന്നത്തെ കളി, നാളത്തെ കളി, അതായത് സിറ്റി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം നാളെ നടക്കുമ്പോൾ അത് 1-1 സമനിലയാവും. ബാക്കി കളിക്കളത്ത് കാണാം. സണ്ടർലൻഡ് വേഴ്സസ് ന്യൂക്യാസിൽ പോരാട്ടമാണ് അതിനുശേഷം നമ്മൾ നോക്കുന്നത്. രാത്രി 7:30 ഒരു പിടി കളികളിലൊന്നാണ് അത്. സണ്ടർലൻഡ് വേഴ്സസ് ന്യൂക്യാസിൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ടോട്ടൻഹാം, വെസ്റ്റ് ഹാം വേഴ്സസ് ആസ്റ്റൺ വില്ല. 3 കളികൾ. അപ്പോൾ സണ്ടർലൻഡ് വേഴ്സസ് ന്യൂക്യാസിൽ യുണൈറ്റഡ് പോരാട്ടം. ന്യൂക്യാസിലിനെ സണ്ടർലൻഡ് തോൽപ്പിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. 1-0 സണ്ടർലൻഡ് ജയിക്കും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ടോട്ടൻഹാം പോരാട്ടം 1-1 സമനില. വെസ്റ്റ് ഹാം വേഴ്സസ് ആസ്റ്റൺ വില്ല 1-2 ആസ്റ്റൺ വില്ല വിജയിക്കുമെന്ന് ചില പ്രഡിക്ഷൻസ് ബോൾഡായിട്ടൊക്കെ പറഞ്ഞതാണ്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ അതിന് ശേഷം വരുന്ന കളി ബ്രെൻഫോർഡ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരമാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് കളി. സോ ആ കളിയിൽ നമ്മുടെ പ്രഡിക്ഷൻ 1-1 സമനിലയാണ്. അതിന് ശേഷം പിന്നെ തിങ്കളാഴ്ച രാത്രിയുള്ള മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബേൺമൗത്തും തമ്മിലാണ് കളി. ആ കളിയിൽ യുണൈറ്റഡ് 3-1 വിജയിക്കുമെന്നും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഏതായാലും നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഏതായാലും ആഴ്സണലിൻ്റെ കുതിപ്പിന് തടയിടാൻ ആർക്കും പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. 15 കളിയും 33 പോയിൻ്റ് അവർ ഒന്നാമത്. സിറ്റി 31 പോയിൻറ്റുമായിട്ടും ആസ്റ്റൺ വില്ല 30 പോയിൻറ്റുമായിട്ടും ക്രിസ്റ്റൽ പാലസ് 26 പോയിൻറ്റുമായിട്ടും യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ചെൽസിക്കും യുണൈറ്റഡിനും 25 വീതം പോയിൻറ്റുകളാണ്. അവർ 5, 6 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.